നെല്ല് സംഭരണത്തിലെ കുടിശ്ശിക തീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നു. വായ്പയെടുത്ത് സംഭരണ കുടിശ്ശിക തീർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ യോഗം വിളിച്ചു. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് 500 കോടി രൂപ വായ്പയെടുക്കും. 24 ബ്രേക്കിംഗ് ആണ് ഈ വാർത്ത. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയാണോ? അനുജ, നെല്ല് സംഭരണത്തിൻ്റെ തുക നൽകാൻ കഴിയാത്തതാണ് സർക്കാർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട തലവേദന. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അത് രാഷ്ട്രീയ തിരിച്ചടിയെ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നെല്ല് സംഭരിച്ച വകയിൽ ഏതാണ്ട് 500 കോടിയോളം രൂപ ഇപ്പോൾ കർഷകർക്ക് നൽകാനുണ്ട്. ഈ തുക പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പയായി എടുത്ത് കുടിശ്ശിക തീർക്കാനുള്ള ആലോചനയാണ് സർക്കാർ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള നിർണായക ആലോചനാ യോഗമാണ് നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്നത്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളെയാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. കൺസോർഷ്യത്തിൽ നിന്ന് 500 കോടി രൂപ വായ്പ എടുത്താൽ ഉടൻ തന്നെ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശിക പൂർണ്ണമായി തീർക്കും. ഇനിയുള്ള സംഭരണത്തിൻ്റെ തുക കേരള ബാങ്ക് വഴി നൽകുന്ന നടപടിയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. അത്തരത്തിലുള്ള തീരുമാനവും സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ തുക നൽകാതെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് ഈ ഇടപെടൽ. നെല്ല് സംഭരണത്തിലെ കുടിശ്ശിക തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.